കൂട്ടുകാരെ, കുഞ്ഞുമോൾ ബോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ഒരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മളിതേ നമ്മുടെ വീട്ടിൽ ചോറൊക്കെ വയ്ക്കുന്ന കാലം നമ്മളിപ്പോൾ എല്ലാവരും ഒരുവിധം അടുപ്പിലാണല്ലോ വെക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കരി പിടിക്കാനുള്ളത് ഉണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് കലം അടിപൊളിയായിട്ട് വെട്ടി തിളങ്ങണ പോലെ ആക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടാലോ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കലം വൃത്തിയാക്കുക എന്നൊന്ന് കണ്ടു നോക്കി നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഈ കലത്തിൻ്റെ ഈ ഭാഗത്ത് കഞ്ഞിപ്പശയാണ് അങ്ങനെ വരുള്ളൂ. കാരണം നമ്മുടെ പുകയില്ലാത്ത അടുപ്പല്ലേ, അത് കാരണം അടിയിൽ മാത്രമാണ് കേട്ടോ അങ്ങനെ കരി പിടിക്കുള്ളൂ. ഈ മോൾ ഭാഗത്തൊന്നും അങ്ങനെ പിടിക്കില്ല. പിന്നെ ഇതുപോലത്തെ സ്ക്രബ് ഇട്ട് ഉരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാത്രങ്ങളിലൊക്കെ ഒരു ജസ്റ്റ് ഒരു കോറൽ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഈ പാത്രങ്ങൾ നല്ലോണം എന്തായാലും നമ്മൾക്ക് നന്നായി തേച്ച് മോറാണ്ട് എന്തായാലും ചോറും ഒന്നും വെക്കില്ല. അപ്പോൾ ഞാൻ ഉൾഭാഗത്ത് ഇതേപോലത്തെ ഒരു കവർ എടുത്തിട്ട് അതിൽ ഉൾഭാഗങ്ങളിൽ പശ പോകാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നമ്മൾ എന്ത് പാത്രം വെച്ച് എന്ത് ലിക്വിഡാണ് ഞാൻ വിമ്മിൻ്റെ ലിക്വിഡാണ് കേട്ടോ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് കൈകൾക്ക് അധികം കേട് വരില്ല. ഞാൻ ഈ കവറിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പാത്രം ഒന്ന് നനച്ചിട്ട് ഉൾഭാഗത്ത് ഈ സാധനം ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ വെണ്ണീറും കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ഇങ്ങനത്തെ പാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നന്നായി വെട്ടി തിളങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് കഞ്ഞിപ്പശ പോകാൻ വേണ്ടിയിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കൈ കടത്തിയിട്ട് തന്നെ നന്നായിട്ട് ഉരച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ നന്നായി വെട്ടി തിളങ്ങും കേട്ടോ. കണ്ട ഞാൻ ഈ ഭാഗത്തൊന്ന് ജസ്റ്റ് നമ്മൾ ഉരയ്ക്കുമ്പോൾ തന്നെ കണ്ട പാത്രം നന്നായി തിളങ്ങും. തന്നെ നിങ്ങൾ ഈ സ്ക്രബ് ഇട്ടിട്ട് ജസ്റ്റ് ഉരയ്ക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ പാത്രത്തിന് ഭയങ്കരമായിട്ട് കോറൽ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂട്ടോ എന്തായാലും. അപ്പം ഞാൻ കവർ കൊണ്ട് നന്നായിട്ട് ഉരച്ച് അങ്ങോട്ട് വൃത്തിയാക്കുകയാണ്. അപ്പം അടിഭാഗത്തുള്ള വെണ്ണീറിൻ്റെ ആ ഭാഗമല്ലേ, അത് നമ്മളങ്ങനെ ഉരച്ച് ജസ്റ്റ് ഒന്നും അങ്ങനെ നന്നായി വൃത്തിയാക്കാറില്ല കേട്ടോ. കാരണം പെട്ടെന്ന് ചോർച്ച വരുന്നതാണ് കേട്ടോ അങ്ങനെ പറയുക. അപ്പോൾ വെണ്ണീർ കുറച്ചങ്ങനെ ഞാൻ വെക്കും, ജസ്റ്റ് ഒന്ന് ഉരച്ച് കളയുള്ളൂ കേട്ടോ. അങ്ങനെ വെക്കുമ്പോൾ തന്നെ കലം കുറേ നാൾ നമുക്കങ്ങനെ ഈട് കിട്ടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആ വെണ്ണീർ ആ ഭാഗം തേച്ചൊരച്ച് നമ്മളിതുപോലെ മിനുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കലം നാശമാവും കേട്ടോ. വെണ്ണീർ പിടിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് നാശാവില്ല, അവിടെ ഇങ്ങനെ തീ പിടിച്ച് ഇരിക്കല്ലോ. അപ്പോൾ ഞാൻ ഈ മോൾ ഭാഗവും ഒക്കെ ഒന്ന് ഉരച്ചു. പിന്നെ ഞാൻ കുറച്ച് വെണ്ണീർ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരയ്ക്കുകയും ചെയ്തു. പിന്നെ നമ്മുടെ കൈകൾക്കും ഇങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ കവറിൻ്റെ ഉള്ളിലാണല്ലോ നമ്മുടെ കൈ ഇരിക്കണത്. അപ്പോൾ അതേ വെണ്ണീറൊക്കെ ഇട്ട് ഞാൻ മൊത്തം അങ്ങോട്ട് അങ്ങോട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട. ഞാൻ കുറച്ച് ലിക്വിഡ് ഉള്ളിലിട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കലത്തിൻ്റെ കളറൊന്ന് നിങ്ങൾ നോക്കി നോക്കട്ടോ. അപ്പോൾ ഞാൻ വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പം എൻ്റെ മുഖം തന്നെ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, അത്ര പോലും വെട്ടി തിളങ്ങും കേട്ടോ. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പരമാവധി നിങ്ങൾ ഈ സ്റ്റീലിൻ്റെ സ്ക്രബ് ഇങ്ങനത്തെ കലങ്ങൾക്കൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കലം ഇത് ഇങ്ങനെ വെണ്ണീർ ഇരുന്നാലാണ് നമുക്കിത് കംപ്ലൈൻറ്റ് വരാണ്ടിരിക്കുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഈ കവറൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്നും കൂടി ഒന്നങ്ങോട്ട് ഉരച്ചൊന്ന് വൃത്തിയാക്കും കേട്ടോ. കലം ജസ്റ്റ് ഒന്ന് കവർ കഴുകിയിട്ട് ഒന്നും കൂടി ഒന്ന് ഉരച്ചെടുക്കും. ഇനിയിപ്പോൾ വെണ്ണീറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ട ഇങ്ങനെ ഇപ്പോൾ ഒന്നും ഇല്ല. എന്നാലും ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ തന്നെ നല്ലോണം നിങ്ങൾക്ക് ക്ലീനായി എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിക്കണത്. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളിയായിട്ട് സ്റ്റീൽ കലം പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇടയ്ക്ക് നമ്മൾ കലമൊക്കെ കഴുകുമ്പോൾ ഉരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് അധികം പ്രസ് ചെയ്യൊന്നും വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കുമ്പോഴേക്കും നന്നായി തന്നെ നമ്മുടെ കലം ക്ലീൻ ആവും. കലം മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും ഒക്കെ നമ്മൾ വല്ലപ്പോഴും ഇതുപോലെ വെണ്ണീറും ഒക്കെ ഇട്ട് ഈ കവറൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് നാശമാവാണ്ട് കുറേ നാളിങ്ങനെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. നല്ലോണം നമ്മുടെ സ്ക്രബൊക്കെ ഇട്ടില്ലേ, സ്റ്റീലിൻ്റെ സ്ക്രബൊക്കെ ഇട്ട് ഉരയ്ക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കലമൊക്കെ ഞാൻ തേച്ച് മിനുക്കി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കലത്തിൻ്റെ കളർ കണ്ടറിയാം, എന്താ പുതിയ കലം പോലെ ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കണ്ടോ, ഒരൊറ്റ കോറൽ പോലും നമ്മുടെ കലത്തിന് വന്നിട്ടില്ല കേട്ടോ. സൂപ്പറായിട്ട് പുതിയതുപോലെ ഇരിക്കും. ഇനിയിപ്പോൾ അടിയിൽ ഇങ്ങനെ ഉരച്ച് വൃത്തിയാക്കിയാലും നന്നായി വൃത്തിയാവും കേട്ടോ. പിന്നെ ഞാൻ അടിയിൽ അങ്ങനെ പറഞ്ഞില്ലേ ഉരച്ച് അങ്ങനെ വൃത്തിയാക്കാറില്ല. കാരണം മൂട്ടിൽ മാത്രമാണ് നമുക്ക് അങ്ങനെ എന്താ പറയുക കരി പിടിക്കുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആക്കാറില്ല. അപ്പോൾ പിന്നെ കുറേ കാലം നിൽക്കും ചെയ്യും കേട്ടോ. പിന്നെ നോക്കിയാൽ നമ്മുടെ ഈ വീട്ടിലെ കപ്പിൻ്റെ അടിയിൽ കണ്ടില്ലേ ഒരു കറ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സാധനം നമുക്കിത് കുറച്ച് ഞാനിപ്പോൾ കവർ അത് മാറ്റിയിട്ട് കുറച്ച് ചകിരിയിൽ വെണ്ണീറും വെച്ച് പണ്ടൊക്കെ ഇങ്ങനെയാണ് നമ്മൾ പാത്രം മോറിയോടുന്നത്. ഇപ്പൊന്നും എല്ലാവരും
വെണ്ണീറൊന്നും ചിലർക്ക് ഇപ്പോൾ കിട്ടാനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൻപുറത്തായ കാരണം നമുക്കങ്ങനെ കിട്ടാനുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഒന്ന് ഉരച്ച് കഴുകി കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഒഴിവ് കിട്ടുമ്പോൾ ഇങ്ങനെ ഇതൊക്കെ ചകിരിയൊക്കെ ഇട്ട് ഉരച്ച് കഴുകി തന്നെ നമ്മുടെ കപ്പിൻ്റെ ഒരു തിളക്കം നിങ്ങൾക്ക് കണ്ടറിയാം കേട്ടോ. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മളിതുപോലെയൊക്കെ ചെയ്യും. കണ്ട നന്നായി ഉരച്ച് വൃത്തിയായി. പിന്നെ ആദ്യത്തെ കപ്പും ഇപ്പോഴത്തെ കപ്പും ഒന്ന് നോക്കി നോക്കും. ഞാൻ എന്തായാലും കാരണം ഉരച്ചൊന്ന് വൃത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് കപ്പും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആൾക്കാർക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇത് അറിയണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ഒരു തിളക്കാണ് കേട്ടോ. കണ്ട ആദ്യത്തെ കപ്പും ഇപ്പോഴത്തെ കപ്പും കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ വെണ്ണീർ എന്ന് പറയുന്ന സംഭവം സൂപ്പറാണ്. അപ്പോൾ വല്ലപ്പോഴൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തേച്ച് മോറി നോക്കിയൊക്കെ കയ്യിലും അങ്ങനെ അഴുക്ക് പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ അതിൻ്റെ PR ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.